ഒരു എഴുത്തുകാരൻ ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതല്ല അയാളുടെ രാഷ്ട്രീയം, അയാൾ ജീവിച്ചുണ്ടായി വരുന്നതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എൻ്റെ 50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യത്തെ മലയാള കവിത വായിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന് എന്ത് പരിമിതിയുണ്ടെങ്കിലും എഴുതി തുടങ്ങിയേടത്തല്ല നിൽക്കുന്നത്, മൂവ് ചെയ്ത് മുന്നോട്ട് പോരുക. കാനനങ്ങളിലരൻ കളിറുമായി കരിണിയായി കാർന്നെടുങ്കണുമ തമ്മിൽ വിളയാടി നടൻ്റെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചലനം എന്നത് കവിത തന്നെയാണ്. ബീജിങ്ങിൽ ഇരുന്നു കൊണ്ട് എൻ്റെ പ്രായക്കാരനായ ഒരു കവി എന്താ എഴുതുന്നത്? ഏറ്റവും പുതിയ ലോക കവിതയും ഏറ്റവും പഴയ മലയാള കവിതയും വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചൈനയിലെ ഒരു ഫാക്ടറിയിൽ ഒരു തൊഴിലാളി രാസവർണം തെറിച്ച് പൊള്ളിത്തീരും മുമ്പ് അവസാനം ചായം കയറ്റിയ താറാവാണ് താൻ എന്ന അഹങ്കാരത്തോടെ എപ്പോഴും കുഞ്ഞിൻ്റെ വായിൽ തന്നെയുണ്ട് അമ്പലനടയിൽ നിന്ന് വാങ്ങിയ പ്ലാസ്റ്റിക് താറാവിൻ്റെ വർണ്ണക്കൊക്ക്. കേരള നിയമസഭയോട് ചേർന്ന് നിയമസഭയുടെ അങ്കണത്തിൽ ഇരുന്ന് ഒരു കവിയുടെ എഴുത്ത് ജീവിതത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ആ കവിക്ക് കിട്ടിയിട്ടുള്ള ഒരവസരം എന്നുള്ള നിലയിൽ, ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അരങ്ങായി ഒരു വേദിയായി ഞാൻ കാണുന്നു. എൻ്റെ ആദ്യ പുസ്തകം പുറത്ത് വന്നത് 2000-ലാണ്. 25 വർഷമാവുന്നു. 25 വർഷം ഈ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ കാൽനൂറ്റാണ്ട് കൊണ്ട് ഒരു കവി എന്ന നിലയിൽ ഉള്ള എൻ്റെ ഒരു യാത്ര അതുതന്നെയാണ് ഈ തലക്കെട്ട്, സമയത്തിനൊത്തൊഴുകുക എന്നുകൊണ്ട് ഏതാണ്ട് ഉദ്ദേശിച്ച അങ്ങനെ ഒരു ആശയം തന്നെയാണ്. എനിക്ക് ഒരു കവി എന്ന നിലയിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തുടങ്ങിയിടത്തല്ല നിൽക്കുന്നത്, മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്, അനങ്ങുന്നു, ചലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 25 വർഷം എന്നത് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചലിച്ചു പോയതിൻ്റെ, അയാൾ ജീവിച്ചതിൻ്റെ ഒരു അടയാളം കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊരു സമയത്ത് ഈ കേരള നിയമസഭയുടെ അങ്കണത്തിൽ കവിതയെപ്പറ്റി സംസാരിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നു. കാരണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ കൊണ്ട് പതുക്കെ രൂപപ്പെട്ട് വന്ന് നിറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്നത്, എൻ്റെ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി ഞാൻ കാണുന്നത് തന്നെ രണ്ട് കാലങ്ങൾ തമ്മിലുള്ള, ഒരുപക്ഷെ ജനാധിപത്യ പൂർവ്വകാലവും ജനാധിപത്യത്തിന് ശേഷമുള്ള കാലവും തമ്മിലുള്ള ഒരു സംഘർഷം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയം, ഞാനൊരു എഴുതി തുടങ്ങിയ ഒരു കവി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ ഓർമ്മിക്കുകയാണ് 90കളുടെ തുടക്കത്തിൽ എഴുതി തുടങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത് എൻ്റെ ഒരു സൗന്ദര്യപരമായ എൻ്റെ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഈസ്തെറ്റിക്കൽ ആയിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്താൻ ആണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ എൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ എഴുതാനല്ല ഞാൻ എഴുത്തിൻ്റെ തുടക്കത്തിൽ 90കളിൽ എഴുതി തുടങ്ങിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വേണ്ടിയിരുന്നത് അതായിരുന്നില്ല, എൻ്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തലായിരുന്നില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത്, അന്നും വിചാരിച്ചത് അങ്ങനെയാണ്, ഇന്നും വിചാരിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയ ബോധമെന്ന് പറയുന്നത് ജീവിച്ച് പതുക്കെ ഉണ്ടായി വരേണ്ട ഒന്നാണ്, ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന ഒന്നല്ല. ഒരു എഴുത്തുകാരൻ ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതല്ല അയാളുടെ രാഷ്ട്രീയം, അയാൾ ജീവിച്ചുണ്ടായി വരുന്നതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈസ്തെറ്റിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സൗന്ദര്യ ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു കവിയായി അടയാളപ്പെടാനാണ് ഞാൻ എൻ്റെ ആദ്യ പുസ്തകത്തിലെ കവിതകൾ എഴുതിയ കാലത്ത് കൂടുതലായി ഊന്നിയത് എങ്കിൽ, പിന്നീട് ജീവിതം
എന്നെ രാഷ്ട്രീയപരമായ നിലപാടുകളിലേക്കും ഒക്കെ എൻ്റെ കവിതയെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ്, മറ്റൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഞാനത് പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയല്ല, ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നിയമസഭയുടെ അങ്കണത്തിൽ ഇരുന്നു കൊണ്ട് ഈ കവിതയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തെക്കുറിച്ചാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന് എന്ത് പരിമിതിയുണ്ടെങ്കിലും എഴുതി തുടങ്ങിയിടത്തല്ല നിൽക്കുന്നത്, മൂവ് ചെയ്ത് മുന്നോട്ട് പോരുക. എഴുത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചലിക്കുന്നു എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിന്നേടത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സന്തോഷം തോന്നില്ല. എഴുത്ത് ഭാഷയിലൂടെ ചലിക്കുന്നതിൻ്റെ ഒരു ഹരം നമുക്ക് തരുന്നു. ഞാൻ ജീവിക്കുന്നത് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നാട്ടിൻപുറമെന്നോ നഗരമെന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയാത്തൊരു സ്ഥലത്താണ്. കേരളത്തിലെ ഏതൊരു സ്ഥലം പോലെയുള്ളൊരു സ്ഥലമാണ്. പട്ടാമ്പി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പല കവിതകളും ഞാൻ ജനിച്ചു വളർന്ന ആ പ്രദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതകളുമാണ്. എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോഴും കെട്ടിക്കിടക്കാതെ, ജീവിതം ഇങ്ങനെ കെട്ടിക്കിടക്കാതെ ചലിക്കാൻ എന്നെ സഹായിക്കുന്ന, അധികം യാത്രയൊന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഭാവനയിലൂടെ അല്ലാതെ, കവിതയിലൂടെ അല്ലാതെ, കവിതാദേശാടനങ്ങളല്ലാതെ അധികം ദേശാടനങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു എഴുത്തുകാരനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചലനം എന്നത് കവിത തന്നെയാണ്. ഞാൻ ചലിക്കുന്നത് കവിതയിലൂടെയാണ്. അപ്പോൾ എന്നെ കെട്ടിയിടാതെ ഈ ലോകത്തിലേക്കും ജീവിതത്തിലേക്കും എന്നെ പറത്തിവിടുന്ന ശക്തിയാണ് കവിത എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ളത്, ഈ അരമണിക്കൂർ സമയം കൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന കുറച്ച് പണികൾ ഇവിടെ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേറൊന്നും എനിക്ക് കൂടുതൽ സംസാരിച്ചിട്ട് ഒരു കവി അധികം സംസാരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അയാളുടെ കവിതകൾ തന്നെയാണ് അയാൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യപത്രം ആയി നിൽക്കുക, മറ്റൊന്നുമല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കവിതകൾ ഇവിടെ വായിക്കാം. അത് മുഴുവൻ എൻ്റെ കവിതകളല്ല, എൻ്റെ ഒരു അനുഭവ ലോകം ഈ ഞാൻ വായിക്കുന്ന എൻ്റെ സ്വന്തം രചനകളിലൂടെയും പരിഭാഷകളിലൂടെയും അടയാളപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എന്നെ എപ്പോഴും സ്വാധീനിക്കുന്നത്, എന്നെ എപ്പോഴും ഞാൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ആദ്യകാലത്തേക്കാൾ പിന്നീട് കൂടുതൽ ഊന്നി നോക്കാറുള്ള ഒരു കാര്യം, ഇന്ന് ലോകത്ത് എഴുതുന്ന കവികളിൽ, ലോകത്തിൻ്റെ പല ഭാഷകളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ചൈനയിൽ ബീജിങ്ങിൽ ഇരുന്നു കൊണ്ട് എൻ്റെ പ്രായക്കാരനായ ഒരു കവി എന്താ എഴുതുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കാറുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇരുന്നു കൊണ്ട്, സുഡാനിൽ ഇരുന്നു കൊണ്ട് ഒരു 52 വയസ്സുള്ള എൻ്റെ പ്രായമുള്ള ഒരാൾ എന്താണ് ഇപ്പോൾ എഴുതുന്നുണ്ടാവുക എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലമുറയുടെ, എൻ്റെ കാലത്തിൻ്റെ കവിത എന്താണ് എന്നുള്ള ഒരു അന്വേഷണം ഞാൻ എപ്പോഴും നടത്താറുണ്ട്. അതെന്നെ ഈ നേരത്തെ പറഞ്ഞ എൻ്റെ കവിതാദേശാടനങ്ങൾ കൂടി ഭാഗമാണത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കവിതകളും ഇപ്പോൾ ചെയ്യുന്ന കുറച്ച് പണികളിലൂടെയും കടന്നു പോകാം. ആദ്യം വായിക്കുന്ന കവിത പങ്ക് എന്നു പേരുള്ളൊരു കവിതയാണ്. പുതിയ ഒരു കവിതയാണ്. പങ്ക് എന്നാണ് കവിതയുടെ പേര്. പങ്ക് എൻ്റെ സ്കൂൾ കാലത്തും, ഗദ്യത്തിലുള്ളൊരു കവിതയാണത്. എൻ്റെ സ്കൂൾ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ സ്കൂൾ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു, കാണാൻ ഞാൻ പോയില്ല. ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാന കവിതകളിലൊന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തി ചായുന്നു. എൻ്റെ സ്കൂൾ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു, കാണാൻ ഞാൻ പോയില്ല.
ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാന കവിതകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തി ചായുന്നു. ഞാൻ മുട്ടിലിഴഞ്ഞ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ മുട്ടിലിഴഞ്ഞ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. കാണാനായി പോകാൻ കണ്ണും കാലും ഉറച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാനകാല മാസ്റ്റർ പീസുകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തിത്തിരി. എൻ്റെ വാശിക്കരച്ചിൽ ഊതിക്കെടുത്താത്തതിനാൽ അത് കൊളുത്തപ്പെട്ടു. ഞാൻ ജനിച്ചിട്ടേയില്ലാത്ത കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. തീർച്ചയായും എനിക്ക് കാണാമായിരുന്നു. കാണാൻ ഞാൻ ഇല്ലായിരുന്നു എന്ന് മാത്രം. ആ സമയം കൂടി അദ്ദേഹത്തിന് കൊടുത്തു. ആ കൊടുത്ത സമയം കൂടി ചേർത്താവാം 51 വയസ്സിനകം തൻ്റെ മുഴുവൻ കവിതകളും എഴുതി തീർത്ത് അന്തിമമാം മണമർപ്പിച്ചടിഞ്ഞ മലർ പോലെ തിരക്കിട്ട് അദ്ദേഹം കടന്നുപോയത്. വൈലോപ്പിള്ളി, ഇടശ്ശേരി, ആശാൻ അവർ തീർത്ത ശില്പങ്ങളിൽ എൻ്റെ സമയത്തിൻ്റെ ഒരു മുറി എല്ല്, ഒരു തുണ്ടു മാംസം, ഒരു തുടം ചോര, അവർ നട്ടുപടർത്തിയവയിൽ എൻ്റെ സമയം ഒരു ഇല. എൻ്റെ ബാക്കി സമയം ഉതിർന്നു കിടക്കുന്നു താഴെ. ദൂരെ ഒരു മുടിയിഴ, ചക്രവാളരേഖ, ഒരു വരി എഴുതാൻ. വൈലോപ്പിള്ളി, ഇടശ്ശേരി, ആശാൻ അവർ തീർത്ത ശില്പങ്ങളിൽ എൻ്റെ സമയത്തിൻ്റെ ഒരു മുറിയെല്ല്, ഒരു തുണ്ടു മാംസം, ഒരു തുടം ചോര, അവർ നട്ട് പടർത്തിയവയിൽ എൻ്റെ സമയം ഒരില. എൻ്റെ ബാക്കി സമയം ഉതിർന്നു കിടക്കുന്നു താഴെ. ദൂരെ ഒരു മുടിയിഴ, ചക്രവാളരേഖ, ഒരു വരി എഴുതാൻ. മലയാള കവിതയുടെ ഒരു പശ്ചാത്തലത്തിൽ, വൈലോപ്പിള്ളി, ഇടശ്ശേരി, കുഞ്ഞിരാമൻ നായർ അവരുടെ കവിതയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് എഴുതുന്നൊരു കവി എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ആലോചനയിൽ നിന്നുണ്ടായ കവിതയാണ് ഇപ്പോൾ വായിച്ചത്. അടുത്തൊരു കവിത വായിക്കുന്നത്, കവിതയുടെ പേര് കോൽക്കളം. ഈ കവിതയ്ക്ക് ഒരു സമർപ്പണമുണ്ട്. കോൽക്കളി കലാകാരനും പരിശീലകനുമായ പരപ്പനങ്ങാടി മജീദ് ഗുരുക്കൾക്ക്. കോൽക്കളി എന്നുള്ള ഒരു കലാരൂപം പലർക്കും പരിചയമുണ്ടാവും. കളിക്കാർ വട്ടത്തിൽ നിന്ന് മിനാരം പോലുള്ള നടുക്കൂർപ്പിലേക്ക് നീട്ടി ഉയർത്തിപ്പിടിച്ച കോലുകൾ അടുത്ത ചുവടിൽ താഴ്ത്തി പിൻവലിക്കെ വിരിയുകയായി ഒരു പെരുമൊട്ട്. തൊട്ടടുത്ത ചുവടിൽ ഓരോ കളിക്കാരനും ഓരിതളായ പെരും പൂവിൽ കരിവണ്ടുകളുടെ ഈണക്കം. കളിക്കാർ വട്ടത്തിൽ നിന്ന് മിനാരം പോലുള്ള നടുക്കൂർപ്പിലേക്ക് നീട്ടി ഉയർത്തിപ്പിടിച്ച കോലുകൾ അടുത്ത ചുവടിൽ താഴ്ത്തി പിൻവലിക്കെ വിരിയുകയായി ഒരു പെരുമൊട്ട്. തൊട്ടടുത്ത ചുവടിൽ ഓരോ കളിക്കാരനും ഓരിതളായ പെരും പൂവിൽ കരിവണ്ടുകളുടെ ഈണക്കം. മുല്ലപ്പൂച്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ എന്ന ഈണം കോലടിയോട് കലർന്ന് വണ്ടിൻ മുരളലായി താണുയർന്ന് പാറുമ്പോൾ ഉലയുന്ന പൂക്കൾക്കിടയിൽ മക്കത്തെ രാജകുമാരി ഖദീജ ബീവി. മുല്ലപ്പൂച്ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ എന്ന ഈണം കോലടിയോട് കലർന്ന് വണ്ടിൻ മുരളലായി താണുയർന്ന് പാറുമ്പോൾ
ഉലയുന്ന പൂക്കൾക്കിടയിൽ മക്കത്തെ രാജകുമാരി ഖദീജ ബീവി. പൂക്കളും വണ്ടുകളും ചാഞ്ഞോ ചാഞ്ഞോ എന്ന് ഒന്ന് ചാഞ്ഞതും പൂന്തോട്ടം ഒരു പടക്കളം. തിരിഞ്ഞടി മറിഞ്ഞടി ഒഴിഞ്ഞ എന്ന് വാളുകൾ ചുഴലുന്നു. ബദർക്കളത്തിൽ ഉയർന്ന് താഴുന്ന വാളുകൾ കോലുകൾ ചാടി മറിയുന്ന കുതിരകൾ, കഴുത്തുയർത്തി തിരിയും ഒട്ടകങ്ങൾ. പടക്കളം കറങ്ങി മണൽക്കുന്നുകൾ കൊടുങ്കാറ്റിൽ മാറി മറിഞ്ഞ് ഇതാ കളിക്കളം. ചൂ ചൂ ചുണ്ടങ്ങ, ചുണ്ട് പറിക്കാൻ നാരങ്ങ, കൂട്ടാൻ നല്ല വൈതനങ്ങ എന്ന ആർത്ത് ഒറ്റ കുതിപ്പിൽ തിത്തിത്ത എന്ന് മുഴുക്കെ വിളഞ്ഞ കായ്കറിത്തോപ്പ്. അന്നം മൂത്തു വിളഞ്ഞ നിമിഷം, പിന്നെ കാണികളുടെ ആർപ്പ്. വൈകുന്നേരം പരപ്പനങ്ങാടി കടപ്പുറത്ത് വീടിനരികെ കയറ്റിയിട്ട തോണിമേൽ ചാരി കടലിലേക്ക് നോക്കി ഉസ്താദിരിക്കുന്നു. വൈകുന്നേരം പരപ്പനങ്ങാടി കടപ്പുറത്ത് വീടിനരികിൽ കയറ്റിയിട്ട തോണിമേൽ ചാരി കടലിലേക്ക് നോക്കി ഉസ്താദ് ഇരിക്കുന്നു. കളങ്ങളത്രയും ചുഴറ്റിവിട്ട കൈ ഇനി പുറംകടലിൽ വല വിടർത്തി വിടും. ഉസ്താദിൻ്റെ നോക്കുമുനമേൽ വിരിയുന്നു നുരപ്പൂക്കൾ അരികെ. തിരപ്പുറത്ത് ഒരു പടയാളി ബോട്ട് അകലെ. തൊടുവാനത്തിൽ ഉയർന്ന് ചാടുന്നു സ്രാവുകൾ. വൈകുന്നേരം പരപ്പനങ്ങാടി കടപ്പുറത്ത് വീടിനരികിൽ കയറ്റിയിട്ട തോണിമേൽ ചാരി കടലിലേക്ക് നോക്കി ഉസ്താദിരിക്കുന്നു. കളങ്ങളത്രയും ചുഴറ്റിവിട്ട കൈ ഇനി പുറംകടലിൽ വല വിടർത്തി വിടും. ഉസ്താദിന്റെ നോക്കുമുനമേൽ വിരിയുന്നു നുരപ്പൂക്കൾ അരികെ. തിരപ്പുറത്ത് ഒരു പടയാളി ബോട്ട് അകലെ. തൊടുവാനത്തിൽ ഉയർന്ന് ചാടുന്നു സ്രാവുകൾ. ഒരു കവിത കൂടി വായിക്കാം. കവിതയുടെ പേര് കളിത്താറാവ്. ചെറിയൊരു കവിതയാണ്. കളിത്താറാവ്. ചൈനയിലെ ഒരു ഫാക്ടറിയിൽ ഒരു തൊഴിലാളി രാസവർണം തെറിച്ച് പൊള്ളിത്തീരും മുമ്പ് അവസാനം ചായം കയറ്റിയ താറാവാണ് താൻ എന്ന അഹങ്കാരത്തോടെ എപ്പോഴും കുഞ്ഞിൻ്റെ വായിൽ തന്നെയുണ്ട് അമ്പലനടയിൽ നിന്ന് വാങ്ങിയ പ്ലാസ്റ്റിക് താറാവിൻ്റെ വർണ്ണക്കൊക്ക്. കവിതയുടെ പേര് കളിത്താറാവ് എന്നാണ്. ചൈനയിലെ ഒരു ഫാക്ടറിയിൽ ഒരു തൊഴിലാളി രാസവർണം തെറിച്ച് പൊള്ളിത്തീരും മുമ്പ് അവസാനം ചായം കയറ്റിയ താറാവാണ് താൻ എന്ന അഹങ്കാരത്തോടെ എപ്പോഴും കുഞ്ഞിൻ്റെ വായിൽ തന്നെയുണ്ട് അമ്പലനടയിൽ നിന്ന് വാങ്ങിയ പ്ലാസ്റ്റിക് താറാവിൻ്റെ വർണ്ണക്കൊക്ക്. ഇനി ഞാൻ ചെയ്യുന്ന മറ്റു ചില പണികളിലേക്ക് കടക്കാം. കുറച്ച് സമയം നമുക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം നാട് കാണാത്ത എനിക്ക് എൻ്റെ യാത്ര കവിതകളിലൂടെയാണ്, അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെയാണ്. പ്രധാനമായിട്ടും കവിതയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ്, ഫിക്ഷൻ അല്ല. അങ്ങനെ എൻ്റെ കവിതാദേശാടനങ്ങളിൽ ലോകമെമ്പാടുമുള്ള കവിതകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഈയിടെ അവസാനം ഞാൻ ശ്രദ്ധയോടെ വായിച്ചൊരു കവിത ചൈനീസ് കവിതയാണ്. നമ്മുടെ അയൽപ്പക്കത്തെ തമിഴ് കവിത മുതൽ എൻ്റെ ഒരു അന്വേഷണം തുടങ്ങുന്നുണ്ട്. ഏറ്റവും പുതിയ ലോക കവിത ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതോടൊപ്പം മലയാള കവിതയിൽ എന്നെ എന്നും ആകർഷിക്കാറുള്ളത് പഴയ കവിതകളാണ്. ഏറ്റവും പുതിയ ലോക കവിതയും ഏറ്റവും പഴയ മലയാള കവിതയും വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണി എന്ന് പറയുന്നത് ഈ ലോകത്തെ ഇന്നത്തെ ലോക കവിതയിലൂടെ പോകുന്ന സമയത്ത് തന്നെ പഴയ മലയാള കവിതകൾ കൂടുതലായിട്ട് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ 50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യത്തെ മലയാള കവിത വായിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ കവിത BA-ക്ക് MA-ക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 10 വരിയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു അധ്യായം പഠിച്ചിട്ടുണ്ടാവും. രാമചരിതം എന്നുള്ള 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് കരുതുന്ന കൃതിയാണ് രാമചരിതം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ രാമചരിതം
എടുത്ത് വായിക്കുന്നത്. അന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് ഒരു 10 പാട്ട് പഠിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയുമാണത് അല്ലേ. വളരെ തമിഴും ഒക്കെ കലർന്നിട്ടുള്ള ഭാഷയാണ്. കാനനങ്ങളിലരൻ കളിറുമായി കരിണിയായി കാർന്നെടുങ്കണുമ തമ്മിൽ വിളയാടി നടൻ്റെ ആനനം വടിവുള്ളാന വടിവായ അവതരിത്താതിയേ നല്ല വിനായകനൻ മൊരമലനെ ഞാനിതൊരു തുണിയിன்றതിന് എൻ മാനതമെന്നും നാളതാർ തന്നിൽ നിരന്തരമിരുന്ന് അരുൾ തെളിന്തൂനമറ്ററിവെനക്ക് വന്നുദിക്കും മുന്നമേ ഊഴിയേഴിലും നിറൈന്ത മറഞ്ഞാന പൊരുളേ. ഇങ്ങനെ തുടങ്ങുന്നൊരു കവിതയാണ്. 164 അധ്യായമുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പണി എന്താ വെച്ചാൽ, ഇന്നത്തെ മലയാളത്തിലേക്ക്, ഇന്ന് വായിച്ചാൽ തിരിയുന്ന മലയാളത്തിലേക്ക് ഈ കൃതിയൊന്ന് ഇതേ വൃത്തത്തിൽ, ഇതേ താളത്തിൽ, അതെൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം മാത്രമാണ്, വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഭാഷാപരമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നൊരു പണിയാണത്. ഒരു പണിയായിട്ട് കണ്ടാൽ മതി. പക്ഷെ അത്തരം പണികൾക്ക് സാംസ്കാരികമായൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ പണി ചെയ്തു വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, രാമചരിതം എന്നുള്ള കൃതി ഒരുപാട് ഈണങ്ങളുടെയും താളങ്ങളുടെയും ഒരു കലവറയാണ്. ഒരുപക്ഷെ മലയാളിക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ഈണങ്ങളുടെയും താളങ്ങളുടെയും ഒരു കലവറയാണ്. ഇനി വേറൊരു കൗതുകം തോന്നിച്ചൊരു കാര്യം, മാപ്പിളപ്പാട്ടിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഇശലുകളും നമുക്ക് അതിൻ്റെ ഒരു ആദ്യ രൂപം നമുക്ക് രാമചരിതം പോലുള്ള കൃതികളിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും. മാപ്പിളപ്പാട്ടുകളിൽ ഉപയോഗിക്കുന്ന ഇശലുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ പാട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായ ഒരു തുടർച്ചയാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് മനസ്സിലായി. മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. അതിനെ ആ നിലയിൽ നമ്മൾ ഇനിയും കണ്ട് ശീലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശരി, രാമചരിതത്തിലെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. ഞാനിപ്പോൾ വായിക്കുന്ന ഭാഗം അവസാനം ചെയ്തൊരു ഭാഗമാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഈണം വരുന്ന ഭാഗങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അതല്ല ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ അവസാനം ചെയ്തൊരു ഭാഗമാണ്. രാമചരിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൊരു താളമുണ്ട്. അത് പിന്നീട് നമ്മൾ കാണുന്നത് എഴുത്തച്ഛനിലല്ല. എഴുത്തച്ഛൻ രാമചരിത താളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് കുഞ്ചൻ നമ്പ്യാരിലാണ്. രാമചരിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള താളം പിന്നെ നമ്മൾ കാണുന്നത് കുഞ്ചൻ നമ്പ്യാരിലാണ്. ഞാനൊരു ചെറിയൊരു ഭാഗം വായിക്കാം. 38ാമത്തെ പടലം. രാമചരിതത്തിന് ഒരു കവിത എന്ന നിലയിൽ കാവ്യഗുണങ്ങൾ താരതമ്യേന കുറവാണ്. ഇന്ന് നമ്മൾ പറയുന്ന തരം കാവ്യഗുണങ്ങൾ ഈ ആദ്യത്തെ ഈ കവിതയിൽ അന്വേഷിച്ചാൽ കാണണമെന്നില്ല. പക്ഷേ ഭാഷാപരമായി വലിയ പ്രാധാന്യം ഇതിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. രൂപപരമായി വലിയ പ്രാധാന്യമുണ്ട്. എനിക്കെപ്പോഴും ഈ കൃതി വായിക്കുമ്പോൾ തോന്നാറ്, അരങ്ങത്ത് ഒരു അരങ്ങിന് വേണ്ടി സംവിധാനം ചെയ്യപ്പെട്ട ഗാഥയായിട്ടാണ്, ഒരു ജനഗാഥയായിട്ടാണ്. ആരോ പിന്നിൽ നിന്ന് പാടുന്ന പോലെ തോന്നും വായിക്കുമ്പോൾ. ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇത് ഇതേ ഈണത്തിൽ തന്നെയാണ്. ഭാഷ ഇതല്ല, ഭാഷ തമിഴ് കലർന്ന ഭാഷയാണ്. അതിനെ ഇന്ന് വായിച്ചാൽ തിരിയുന്ന മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വരമേറും കവികൾ ശത്രു വരും വഴി നോക്കി നോക്കി കരങ്ങളിൽ മരവും. യുദ്ധമാണ്, രാമരാവണ യുദ്ധമാണ് സന്ദർഭം. വരമേറും കവികൾ ശത്രു വരും വഴി നോക്കി നോക്കി കരങ്ങളിൽ മരവും കല്ലും കനത്ത മാലയുമേ കരങ്ങളിൽ മരവും കല്ലും കനത്ത മാമലയുമേന്തി നിരന്നുപോയി നിന്ന നേരം വന്നഗരത്തിൽ നിന്ന് തരം തരം വന്നണഞ്ഞു പുകഴേറും നിശാചരരണഞ്ഞ നേരം നിരന്ന കവി വീരന്മാർ വിചാരമില്ലടരിൽ ശത്രു വെളിപ്പെടുമ്പോഴെന്നോർത്ത് അശേഷവും മുടിക്കുമാറ് അടിച്ചടിച്ചിട്ടു താഴെ അശോകം പൂത്തവിടമെല്ലാം അണിഞ്ഞ പോലായിതെങ്ങും എങ്ങുമന്നിശാചരന്മാർ ഈട്ടിവേൽ പരശു ഭംഗി തങ്ങുന്ന ഭിണ്ടിപാലം ദണ്ഡ് വാൾ ശൂലം കുന്തം വെള്ളക്കണയും 100 കൊല്ലി വിട്ടേറും വിട്ട്
തീപെട്ട കാടുപോലെ വാനര വമ്പടക്കി അടക്കുമാറവർ ചമഞ്ഞറിഞ്ഞ കവിവീരന്മാർ തടുത്തു കുട്ടിയാനയാൽ തുടമേഴുമാനകളെ അടുത്ത തേരിനെ തേരാൽ അരക്കരെ അരക്കരാൽ എടുത്തെടുത്തെറിഞ്ഞു വീഴ്ത്തി പോരിടത്തിൽ നിറച്ചു. ഇടക്കിടെ രാക്ഷസന്മാർ കവികളെ തൂക്കിയെടു തവരാൽ കവികളെ താൻ അടിച്ചു മേറിഞ്ഞും വീഴ്ത്തി. പടമൂടി വധു കണ്ടു പനസന്മാമരവുമേന്തി പടുപടെ അടിച്ചു വീഴ്ത്തി വീഴ്ത്തേ തുലഞ്ഞു നിശാചരന്മാർ. നിശാചരർ തുലയെ കണ്ടു ദിശകളിലെങ്ങുമെങ്ങും നിരന്തരം കണകൾ തൂവി കരുത്തനം യുദ്ധോന്മത്തൻ ഇടിത്തീ പതിച്ച കാടു പോലാക്കി കവികുലത്തെ നാൻമൂകൻ തെളിഞ്ഞു നൽകും നല്ല വരങ്ങളുൾ. അങ്ങനെ പോകുന്നു. മുഴുവൻ വായിക്കുന്നില്ല, ഒരു സാമ്പിളിനൊരു ഭാഗം വായിച്ചു എന്നേയുള്ളൂ. ഇത് ഈ ഈണവും ഇത് കേൾക്കുമ്പോൾ തന്നെ അരങ്ങത്ത് എന്തോ നടക്കുന്നുണ്ട്, പിന്നിൽ നിന്ന് പാടുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ച ഈ ഈണം ഇത് പിന്നീട് കുഞ്ചൻ നമ്പ്യാർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കല്യാണ വാരി രാശി കല്ലോല ജാലം പോലെ നമ്പ്യാരുടെ വരികളാണ്. ഇതേ വൃത്തമാണ്. ഏതാണ്ടൊരു ഈ രണ്ട് കൃതികൾക്കിടയിൽ ഒരു 400 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. 400 കൊല്ലത്തിന് ശേഷമാണ് ഈ ഈണം വീണ്ടും മുളച്ചു പൊന്തുന്നത്. അപ്പോൾ കവിതയിലെ ടൂൾസൊക്കെ ഈണമായാലും താളമായാലും വാക്കായാലും ഒക്കെ അങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഒരു ഉപകരണം മുളച്ചു, ഒരു കാലത്ത് മറവ് ചെയ്യപ്പെട്ട ഒരു ഉപകരണം പിന്നീട് മുളച്ചു പൊന്തുക ഒരു 400-500 കൊല്ലം കഴിഞ്ഞാലായിരിക്കും എന്നുള്ളതാണ്. അത് വളരെ കൗതുകകരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിലുപയോഗിച്ച പ്രാസങ്ങളൊക്കെ അന്താതിപ്രാസമൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത് മാപ്പിളപ്പാട്ടുകളിലാണ്. ഈ ഒരു പാട്ടിൻ്റെ അവസാനത്തെ അവസാനത്തെ വാക്കുപയോഗിച്ച് അടുത്ത പാട്ട് തുടങ്ങുക, അങ്ങനെയുള്ള പ്രാസങ്ങളൊക്കെ പിന്നെ നമ്മൾ കാണുന്നത് അതേ അളവിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ഉപയോഗിച്ച് കാണുന്നത് മാപ്പിളപ്പാട്ടുകളിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണികൾ എഴുത്തിൻ്റെ കൂടി ഭാഗമായിട്ട് ഞാൻ കാണുന്നു. അതേപോലെ തന്നെ പരിഭാഷകൾ, ഒരു കുഞ്ഞി പരിഭാഷ കൂടി ചൊല്ലാം. സമയം ആയാലൊന്ന് പറഞ്ഞാൽ മതി. ഒരു കൊച്ചു കവിത, ഒരു പരിഭാഷ വായിച്ച് നിർത്താം. ഇത് 4 വരിയുള്ളൂ. ഒരു ചൈനീസ് കവിതയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഏതാണ്ട് എൻ്റെ പ്രായക്കാരനായ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു കവിയുടെ കവിതയാണത്. 1976 ജനിച്ച ഷൻ ഹാവോബോ എന്നുള്ള ഒരു കവിയുടെ കവിതയാണ്. ഒരു കൊച്ചു കവിതയാണ്. കോങ്തോ മലയിലെ താവോ പുരോഹിതൻ എന്നാണ് കവിതയുടെ പേര്. കോങ്തോ മലയിലെ താവോ പുരോഹിതൻ. ഏറെ പണിപ്പെട്ട് ഞാൻ മലമുടി കയറി. ഏറെ പണിപ്പെട്ട് ഞാൻ മലമുടി കയറി. അവിടെ ഒരു താവോ ക്ഷേത്രം, സ്വർഗീയ പ്രഭാനാഥൻ്റെ ആലയം. അതിൻ്റെ മുൻവാതുക്കൽ ഒരു താവോ പുരോഹിതൻ ഇരുന്ന് തീർത്ഥാടകർക്കായി കൺമണി മുഴക്കുന്നു. ഇടങ്കൈയിലെ ദണ്ടുകൊണ്ട് മണിയിൽ അടിക്കുന്നു. വലങ്കയിൽ ഒരാപ്പിൾ. ഏറെ പണിപ്പെട്ട് ഞാൻ മലമുടി കയറി. അവിടെ ഒരു താവോ ക്ഷേത്രം, സ്വർഗീയ പ്രഭാനാഥൻ്റെ ആലയം. അതിൻ്റെ മുൻവാതുക്കൽ ഒരു താവോ പുരോഹിതൻ ഇരുന്ന് തീർത്ഥാടകർക്കായി കൺമണി മുഴക്കുന്നു. ഇടങ്കൈയിലെ ദണ്ടുകൊണ്ട് മണിയിൽ അടിക്കുന്നു. വലങ്കയിൽ ഒരാപ്പിൾ. അടിക്കുന്നു കല്ലിൽ, എന്നിട്ട് ആപ്പിൾ കടിക്കുന്നു. കല്ലിലടിക്കുമ്പോൾ ഉദാസീനനയാൾ, ആപ്പിൾ കടിക്കുമ്പോൾ കണ്ണുകളിൽ തിളക്കം. കല്ലിലടിക്കുമ്പോൾ ഉദാസീനൻ അയാൾ, ആപ്പിൾ കടിക്കുമ്പോൾ കണ്ണുകളിൽ തിളക്കം. ഞാൻ എൻ്റെ കവിത സഞ്ചരിക്കുന്ന ചില ദൂരങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കവിത, ഞാൻ നേരത്തെ പറഞ്ഞു, കവിതയെ ഉപാസിക്കുക, കവിതയുടെ ഒരു ഉപാസകനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതിൻ്റെ ഒരു വഴി മാത്രമാണ് എഴുത്ത്. കവിതയെക്കുറിച്ച് പറയലും കവിത ചൊല്ലലും കവിത പരിഭാഷപ്പെടുത്തലും അതെല്ലാം, കവിതകൾ വായിക്കലും എല്ലാം ആ ഉപാസനയുടെ പല 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 ഭേദങ്ങൾ ആണ് എന്ന്
ഞാൻ വിചാരിക്കുന്നു. നന്ദി.